You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ശാന്തിതീരം പാർക്കിലേക്കാണ്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ശാന്തിതീരം പാർക്കിലേക്കാണ്, മലപ്പുറത്തുള്ള ശാന്തിതീരം പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏതായാലും അത്യാവശ്യം നല്ല കാണാനൊക്കെ രസമുള്ള ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് സംഭവത്തിന് ബോർഡൊക്കെ ആകെ എച്ചിൽ പിടിച്ച് ആകെ വൃത്തികേടായിരിക്കണം. വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലം. ഞാൻ ഒരു 4-5 വർഷം മുമ്പ് ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലേന് സംഭവം. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് പോയി നോക്കുക നമ്മൾ. ഏതായാലും ഇങ്ങനെ ഇതിങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങണം. അപ്പോൾ ഇതിന് സൈഡിലൊക്കെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കൗണ്ടറിൽ നിന്ന് ഒരു 20 ഉറുപ്പ്യ ടിക്കറ്റ് എടുക്കണം. 20 ഉറുപ്പ്യാണ് എൻട്രി പാസ്, 20 ഉറുപ്പ്യാണ്. പിന്നെ വേറെ എന്തൊക്കെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത്. മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നൊന്നും പൈസ ഒന്നും അവിടെ കണ്ടില്ല. മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ വലിയ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ പൈസ കൊടുക്കണം എന്നുള്ളത് തോന്നുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴേ ഇവിടെ വന്ന സൈഡിലൊക്കെ ഇതേമാതിരി ഇരിക്കാനുള്ള ചെറിയ ഒരു റെസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ 2 സൈഡിൽ അടുത്തും വലുത്തൊക്കെ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകണം. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഇറങ്ങി 2 സൈഡ് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഒരു ബെഞ്ചിൽ തന്നെ 2 തലക്കലും 2 കപ്പിൾസ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഫുള്ള് എല്ലാ ഇരിപ്പിടങ്ങളിലും പിന്നെ ഇരിപ്പിടങ്ങളല്ലാത്ത സ്ഥലത്തും ഒരുപാട് ആളുകൾ, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും പുറമെന്നുള്ള ആൾക്കാരും, അങ്ങനെ എല്ലാവരും ആണും പെണ്ണും ഇണ ചേർന്ന് ഇരിക്കുക എന്ന് തന്നെ വേണം പച്ചക്ക് പറയാൻ. ഇത് വേണ്ടാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ നമുക്കൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല. നമ്മളൊരു ഷൂട്ട് ചെയ്യുക, കുറച്ചൊരു വീഡിയോസ് നമ്മളെ ചാനലിനൊരു വീഡിയോസ് ഇടാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ 4-5 വർഷം നമ്മളിവിടെ മുമ്പ് വന്നപ്പോൾ വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ വന്നത്. അപ്പോഴാണ് ഇന്നത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ ദയനീയമായി തോന്നി. സത്യം പറഞ്ഞാൽ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ അതിവിശാലമായി ഉണ്ടാക്കിയിട്ട ഒരു സ്ഥാപനം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം അത്രയ്ക്കും നമ്മളൊരു മാതാപിതാക്കളെ ഒരു അച്ഛനും അമ്മ എന്നുള്ള നിലയ്ക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം അവസ്ഥയിലാണ് ഒരു പെൺമക്കൾ. എന്തവസ്ഥയ്ക്കാണ് അവർ കോളേജിൽ പറഞ്ഞാണ് ഇറങ്ങും. നമ്മൾ സദാചാരം പറയും, നമ്മൾ കണ്ട കാഴ്ച പറയണം. ഒരു പെൺമക്കളുള്ള ഏതൊരു അച്ഛനമ്മക്കും കണ്ടാൽ ഏതായാലും അത് വേദനിക്കും. അത്രയും വേദനാജനകമായ കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ വളരെ ഓപ്പണായിട്ട് അപ്പുറത്തപ്പുറത്ത് ആളുകൾ ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ ഓപ്പണായിട്ട് സെക്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ അങ്ങേ തല. ഓപ്പൺ സെക്സ് ചെയ്യണമെന്നല്ല, വല്ലാത്ത ബാക്കി ഇവൻ ചെയ്യേണ്ടത്. അത്രയും പച്ചക്ക് ഞാൻ പറയേണ്ടി വരും. കാരണം ആ കോലാണ് അവിടുത്തെ കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനത് ഷൂട്ട് ചെയ്യാനേ പോയില്ല. കാരണം ഷൂട്ട് ചെയ്താൽ നമുക്ക് അടി കൊള്ളേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാൻ പോയില്ല. അവരെ പ്രൈവസിക്ക് നമ്മൾ പോയില്ല. പക്ഷെ ഞാനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. പുതുതലമുറ വഴി തെറ്റുന്ന ഏതൊരു കാഴ്ചകളും എൻ്റെ പ്രേക്ഷകരെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹായ് സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ശാന്തിതീരം പാർക്കിലേക്ക് വന്നതായിരുന്നു. പക്ഷേ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ അധികം കപ്പിൾസാണ് വരുന്നത്. അപ്പം നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ. അപ്പോൾ അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടുന്ന കേസാണ്. അതുകൊണ്ട് നമ്മളവിടുന്ന് തൽക്കാലം പോന്നു. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ മലപ്പുറം കുന്നുമ്മൽ വന്നിട്ട് നമ്മളെ കളക്ട്രേറ്റിനുള്ളിൽ കയറിയിട്ട് കുറച്ച് താഴത്തേക്കാണ് പോകുന്നിട്ട് അവിടുന്ന് ഇടത്തോട്ടൊരു റോഡ് കാണാം. ആ റോഡ് കയറി കഴിഞ്ഞാൽ ശാന്തിതീരം റിസോർട്ട് മറ്റേ പാർക്ക് നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഒരു 20 ഉറുപ്പ്യ എൻട്രി ഫീസ് കൊടുത്തുകൊണ്ട് ഉള്ളിൽ കയറിയാൽ മതി. അപ്പോൾ കപ്പിൾസായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് സംഭവം.
അപ്പോൾ നമ്മൾ ശാന്തിതീരം പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. You are watching Malabar Safari.